ask her to come in, please? This is a real surprise. മൂന്ന് ദിവസമായി ഫോൺ ചെയ്യുന്നുണ്ട്, വീട്ടിലും ഇവിടെയും. ഞാൻ പെട്ടെന്ന് കെയറോയിൽ പോയി, ഒരു ചെറിയ ഓഫീസ് കാര്യം അറിയിക്കാൻ പറ്റിയില്ല. തിരക്കായിരിക്കും, അതറിയാം. ഞാൻ അധിക സമയം എടുക്കുന്നില്ല. ഓ സാരമില്ല, ഒഴിവാക്കേണ്ടവർ വന്നാൽ കുറച്ച് കൂടുതൽ തിരക്ക് അഭിനയിക്കും. ഇരിക്കൂ. ലീവ് കിട്ടി. 12-ാം തീയതി എയർ ഇന്ത്യക്ക് ബുക്ക് ചെയ്തു. ട്രിവാൻഡ്രം ഫ്ലൈറ്റ്. ചൊവ്വാഴ്ച വർക്കിംഗ് ഡേ ആണ്. ബുദ്ധിമുട്ടുണ്ട? എയർപോർട്ടിലൊന്നും വരണ്ട. ഞാൻ നോക്കട്ടെ. സമയമുണ്ടായാലും വേണ്ട, എന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും. നോ പ്രോബ്ലംസ്. രാജൻ എന്ന് വരും? തീരുമാനിച്ചിട്ടില്ല. എനിക്ക് അറിയാമല്ലോ, എനിക്ക് 2 മാസത്തെ ലീവേ ഉള്ളൂ. ഞാൻ വരും. വന്ന ഉടനെ കോണ്ടാക്ട് ചെയ്യാം. ഗ്രാമമാണ്, ടെലിഫോണൊന്നുമില്ല. സ്ഥലം മനസ്സിലായിട്ടുണ്ടല്ലോ. മുറ്റം വരെ ഇപ്പൊ കാറ് വരും. എത്തിയ ഉടനെ വീട്ടിലൊന്ന് വന്നാൽ മതി. വരും. ചെറിയ വീടാണ്, ദുബായ് പണത്തിന്റെ മാളികയൊന്നുമല്ല. എന്നാലും വരണം. മിക്കവാറും ഒന്നിച്ചാവും വരുന്നതെന്ന് ഞാൻ അച്ഛൻ എഴുതിയിരുന്നു. സാരമില്ല, ഞങ്ങൾ കാത്തിരിക്കും. പറഞ്ഞില്ലേ, ഞാൻ ഉടനെ വരുന്നുണ്ട്. 2 മാസത്തിലേറെ ലീവ് എടുക്കേണ്ടി വന്നാൽ ജോലി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. 12-ാം തീയതി 9:30. വേണ്ട, യാത്ര അയക്കാൻ വരുന്നത് എനിക്കിഷ്ടമല്ല. അവിടെ സ്വീകരിക്കാൻ വേണമെങ്കിൽ എയർപോർട്ടിൽ ഞാൻ വരാം. അതെനിക്കും ഇഷ്ടമല്ല. പക്ഷേ ഞാൻ കേബിൾ അയക്കാം. സ്വീകരണവും സൽക്കാരവും ഒക്കെ വീട്ടിൽ വരുമ്പോൾ മതി. സൽക്കരിക്കാൻ ഇനി അധികം ബാക്കി നിർത്തിയിട്ടില്ലല്ലോ. ബൈ, സീ സൂൺ. I am ready, sir. Yes, I am sorry. Alice, ഇത് നോക്കൂ. നൈസ് ഹൗസ്. എന്റെ വീട്. എന്താണ് വീട്ടിന് പേരിട്ടത്, സർ? അതിന്റെ ഗേറ്റിൽ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു പേരുണ്ട്. കുറച്ച് പഴയതായിപ്പോയി. കിഴക്കേടത്ത് പറമ്പിൽ മാളുവമ്മ മകൻ രാശൻ വക. പേരിടുന്നില്ല ഇപ്പോൾ. ഞാൻ ലെറ്റേഴ്സ് നോക്കി നോട്ട്സ് എഴുതാം, പിന്നെ വിളിക്കാം. ഗുഡ് ലക്ക്, സർ, ഫോർ യുവർ ഹോം. ഹോം, സ്വീറ്റ് ഹോം. താങ്ക് യു, ആലീസ്.
മമ്മുക നാട്ടിൽ പോകാൻ നിശ്ചയിച്ചു. വെള്ളിയാഴ്ച. പടച്ചോനെ, ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ല. വലിയ ഷാപ്പിംഗ് ഒക്കെ കാണുമല്ല. നമ്മൾ കൂടെ വരണോ? എന്ത് ഷോപ്പിംഗ് മമ്മുക? നടന്നോളി, നമ്മൾ രാത്രി വരണുണ്ട്. ശരി. കുട്ടേട്ടൻ ലഗേജിന്റെ കൂടെ പോയി ഒന്ന് ചെക്ക് ചെയ്യും. പോയി വരി. വരുമ്പോ നല്ലൊരു പെൺകുട്ടിനെയും കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ ഏറെ നന്നായി. ഇവിടെ ഞമ്മക്ക് വീടെന്ന് പറയാൻ ഒരു സ്ഥലവും കൂടി ആയല്ലോ. ഈ കല്യാണം എന്ന് പറയുന്നതൊക്കെ അത്ര എളുപ്പമാണോ നമുക്ക്? വേണമെങ്കിൽ മിനിറ്റ് വെച്ച് നടക്കും. ഈ ലോകത്തില് കല്യാണം പോലെ എളുപ്പമുള്ള വേറെ വല്ല കാര്യമുണ്ടാ? അത് അത്രയും അപകടമാണെന്നും വെച്ചോളി. ഒഴിവുണ്ടെങ്കിൽ നമ്മുടെ പുരയിൽ വരും. ഒഴിവുണ്ടെങ്കിലോ? ഇത് നല്ല കാര്യമായി മമ്മുക്ക. ഒരു വിരുന്ന് ഞാൻ അങ്ങനെ ഒഴിവാക്കും. ആശുപത്രിയിലായതും കാറ് മുട്ടിയതും ഒന്നും പറയല്ലേ. പിന്നെ അവിടെ നിലയും വിളിയും തുടങ്ങും. അടുത്ത് തന്നെ വരണുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. അടുത്തെന്ന് വെച്ചാൽ ഒരു കൊല്ലം കൂടി കഴിയട്ടെ. കുറച്ച് കാര്യങ്ങൾ കൂടി ശരിയാക്കാനുണ്ട്. പോയാ പിന്നെ മടക്കമില്ല. 18 കൊല്ലമായി ഈ കൊടും ചൂടിൽ നയിപ്പ് തുടങ്ങിയിട്ട്. മതിയാക്കാറായി. നിങ്ങൾ പോയിട്ട് വരും. ഇൻഷാല്ലാ. ഇതൊന്ന് പോസ്റ്റ് ചെയ്താൽ വലിയ ഉപകാരം. താങ്ക്സ്. രാജ, ഇതാണ് ആള്. 4 സാരി ബാപ്പ പുന്നാര മക്കൾക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. ഉമ്മാക്ക് എനിക്ക് ഒന്നുമില്ല. ഒന്നും കൊടുത്തയച്ചില്ലേലും വേണ്ടില്ല. ഒരു സുഖമായിരിക്കണമെന്ന് കേട്ടാ മതി. സുഖാണുമ്മ. പോരുമ്പോ എന്റെ കൂടെ എയർപോർട്ടിൽ വന്നിരുന്നു. എന്റെ മോനെ, ഞങ്ങളിവിടെ ഉണ്ടെന്ന് ആൾക്ക് വല്ല വിചാരം ഉണ്ടാ? വരണേന്ന് കേക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്രയായി? അടുത്ത് വരും. അങ്ങനെ കച്ചവട സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റും?
ഉമ്മന് വലിയ കച്ചവടാണ്. തരക്കേടില്ല. ഇത്തിരി കൂടെ പറമ്പ്, 10 കണ്ടത്തിന്റെ കൃഷി. ഇവനെ കൊണ്ട് എത്ര നമ്മൾ എഴുതിച്ചേക്കണ്. ഇന്നലെ പോയ ചെക്കന്മാര് നാട്ടിൽ എത്ര ഭാര്യ കൂട്ടിയേക്കണ്. എല്ലാം മമ്മൂക്കാടെ മനസ്സിലുണ്ട്. എന്റെ മോനെ പോലെ വിചാരിച്ച് ചോദിക്ക, എന്താ ആൾക്ക് നാട്ടിൽ വരെത്ര മടി? അവിടെ വല്ല പകച്ചിയുടെ കുടിക്കലും അല്ല, ആളൊരു പാവ, അതുകൊണ്ട് ചോദിക്ക. ഞങ്ങൾ ഒരുമിച്ചാണ് കുറെ കാലം താമസിച്ചത്. അവിടെ അങ്ങനെ ഒന്നിന്റെ മണം കൂടെ കിട്ടില്ല ഉമ്മ. കാപ്പി കുടിക്ക്. ഉമ്മാക്കൊരു സംശയം. അല്ല, ഞങ്ങള് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞതാ. നീ പോയി വേഗം ഒരു കോയിനെ ഇറക്കാൻ നോക്ക്. അപ്പൊ ഞാൻ വരാം ഉമ്മ. വീട് കാണാൻ തിരക്കുണ്ടാവില്ല ഉമ്മ, ഞാൻ പിന്നെ വിളിച്ചോണ്ട് വരാം. വരണം. വരാം ഉമ്മ. ഇവിടെ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ അബു. നിർത്തു. അടുത്ത തെരുവിലാണ്. മുറ്റം വരെ റോഡൊക്കെ നമ്മൾ ശരിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ അമ്പലം വരെ ഒന്ന് പോയിട്ട് വരാം. അകത്ത് കയറുന്നില്ല. അബുവിനും വരാം. എവിടുന്നാ? ആരാ? അടുത്തുള്ളവരാണ്. അഹിന്ദുക്കളുടെ നടവഴിയല്ല ഇത്. അറിയാൻ കുറുപ്പേ. അതിർത്തി കടക്കാതെ നോക്കാൻ ഞാനുണ്ടല്ലോ കൂടെ. രാജനല്ലേ? ഈശ്വരാ, എനിക്ക് തീരെ മനസ്സിലായില്ലോ. വരുന്ന വിവരം അറിഞ്ഞില്ല. എപ്പോഴെത്തി? ഇപ്പൊ വരുന്ന വഴിയാണ്. ആഹാ, എന്നാലും നാട്ടിലേക്ക് ഒരു വിവരം തരിക. ഞങ്ങളാൽ ചിലരില്ലേ ഇവിടെ? ആ നമ്മുടെ മാളൂമ്മയുടെ മകൻ ദുബായിലാ. ഇനി അമ്പലം നന്നാക്കാനോ കുളം നന്നാക്കാനോ എന്താ വെച്ചാല് പിരിവ് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. പുഴയില് വെള്ളമില്ല, എല്ലാവർക്കും ഈ കൊളാണ് ആശ്രയം. വേണ്ടത് തന്നെ. അതാണ് വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ കാർ നിർത്തിയത്. അമ്പലത്തേക്കാൾ എനിക്ക് താല്പര്യം അമ്പലക്കുളത്തിലാണ്. ഞാൻ ബംഗ്ലാവിൽ വന്ന് കണ്ടോളാം. ഞങ്ങളൊക്കെ വരും. സഹായത്തിന് ആളില്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ നാട്ടിൽ വരുമ്പോ. ഓ, വരണം. നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു അന്യനാട്ടിലാവുമ്പോഴും ഒരു സമാധാനം. അച്ഛനാരെ വിട്ടോളൂ. എന്താ തരേണ്ടത്? 210 കിലോമീറ്ററായി. കണക്ക് പോലെ തന്നാ മതി.
നിങ്ങൾ ദിവസം കണക്കിൽ വണ്ടി ഓടിക്കില്ല? ഓ, എനിക്ക് പോകുന്നവരൊരു വണ്ടി വേണല്ലോ. അപ്പോ എനിക്കൊരു വണ്ടി വേണല്ലോ. ഞാൻ നിന്നോളാം. എന്താ അതിന്റെയൊക്കെ കണക്ക്? നേരത്തെ പറയണം. അവസാനം വായിൽ തോന്നിയത് എന്തും പറഞ്ഞാൽ എടുത്തു തരുന്ന മണ്ടൻ ദുബായിക്കാരനല്ല ഞാൻ. അതാ ഇവിടുത്തെ ടാക്സിക്കാരുടെയൊക്കെ ഇടപാട്. ഞാൻ അങ്ങനത്തെ ടാക്സിക്കാരനല്ല. അതല്ല, നിങ്ങൾക്കിടയ്ക്ക് വീട്ടിൽ പോകേണ്ടി വരും. എന്റെ യാത്രയും പരിപാടികളും എനിക്ക് തന്നെ കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് പ്രാരാബ്ദങ്ങളൊന്നുമില്ലാത്ത വല്ല ചെറുപ്പക്കാരെയും വണ്ടി ഉണ്ടെങ്കിൽ. എനിക്ക് പ്രാരാബ്ദങ്ങളൊന്നും ഇല്ല സാർ. ഞാൻ മതിയെങ്കിൽ നിൽക്കാം. സ്വന്തം വണ്ടിയാണോ? ഇനിയും കുറെ അളവുണ്ട്. പെട്രോളിന് വില കൂടിയപ്പോ ഓട്ടം കുറവാ. എങ്കിൽ നിന്നോളൂ, ഞാൻ തനിച്ചേ ഉള്ളൂ. ആ. താൻ കണ്ടുപിടിച്ച പയ്യന് വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയാമോ? അറിയുന്നാ പറഞ്ഞത്. സാർ, ഞാനും സഹായിച്ചോളാം ഇവിടെ ഉള്ളപ്പോ. അച്യുതൻ നായരുടെ സ്വദേശം എവിടെയാണ്? തൃശ്ശൂരിനടുത്താ. അകത്ത് വരുന്നില്ലേ? നല്ല നേരം നോക്കണ്ടേ? എന്തൊക്കെയോ ഒരു കണക്കുണ്ടല്ലോ. വേണേ കൂട്ടി നോക്കിയോളെ. പല കണക്ക് കൂട്ടലും പിഴച്ചിട്ടുണ്ട്. അബുവാ, കൊള്ളാം. റോഡിനുള്ള സ്ഥലം പിന്നീടാണ് കിട്ടിയത്. ആദ്യം കല്ലും മരമൊക്കെ തലച്ചുമടായിട്ട് കൊണ്ടുവരാനായിരുന്നു പാട്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ? വണ്ടി എടുത്തോ. എന്തിന്? മെയിൻ റോഡിൽ ഇറങ്ങി കിഴക്കോട്ട് പോകുന്ന ഏത് ബസ്സും കൈ കാണിച്ചാൽ മതി. 30 പൈസ. ഇപ്പൊ വണ്ടി ഉണ്ടല്ലോ, അതിൽ പോ. അതൊരു ദുശീലാവും. പിന്നെ മമ്മൂക്ക ഉപദേശിച്ച് നിന്നെയും ഒരു ചെറിയ തത്വജ്ഞാനി ആക്കിയിട്ടുണ്ടല്ലേ? ആ, ഇനി എപ്പോ വരും? ചെക്കനെ വിട്ടാൽ മതി. 1 മണിക്കൂറിലാണ് ഞാനിവിടെ ഹാജരാകും. ഇത് എവിടെയാ വെക്കണ്ടാവോ? എന്താ? നമ്മുടെ കുറുപ്പിന്റെ വീട്ടിൽ നിന്നാ. ഇവിടെ വെയ്പ്പ് തുടങ്ങണവരെ അവിടെ നിന്ന് വേണ്ടതൊക്കെ ഇങ്ങോട്ട് അയക്കും. ഊണ് കഴിഞ്ഞ് ഇത്തിരി വിശ്രമിക്കുമ്പോഴേക്കും കുറുപ്പെത്തും. അപ്പുണ്ണി ഇപ്പോ കുറുപ്പിന്റെ കാര്യസ്ഥനായി അല്ലേ? പുത്തങ്കളത്തില് കാര്യസ്ഥന്മാർക്കുള്ള പണിയില്ല. മേലേപ്പരയില് പറമ്പും ഇല്ല, നിലവും ഇല്ല. മാധവൻകുട്ടി എവിടെ ഉണ്ട് ഇപ്പോ? ഇപ്പൊ ശരിക്ക് പറഞ്ഞ അറുമുഖന്റെ റാക്ക് ഷാപ്പിലുണ്ടാവും. ഇത് എവിടെയാ വെക്കണ്ടാവോ? ഇവിടെ ഭക്ഷണത്തിനുള്ള ഏർപ്പാടൊക്കെ ഉണ്ട്. നാണു, കൊണ്ടുവന്ന സ്ഥിതിക്ക് തിരിച്ചയക്കുന്നില്ല. നാട്ടു നടപ്പനുസരിച്ച് ഇനി ഇതിവിടെ വേണ്ട. ഇത് വാങ്ങി വെക്ക്, എന്നിട്ട് പാത്രം കഴുകി കൊടുക്കും. ഫോറിൻ സിഗരറ്റ് ആവും. വേണോ? എടുത്തോ. ലീവ് എത്ര ഉണ്ടാവോ? ആവശ്യത്തിനുണ്ട്. ഞാനിവിടെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ആവോ? ഒന്നുമില്ല. വന്ന് കരയതല്ലേ ഉള്ളൂ. മൂപ്പരൽപ്പം വിശ്രമിക്കട്ടെ. എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? കമ്പി വരും, എന്നിട്ട് തീരുമാനിച്ചു. കഴിക്കാൻ എടുത്തു വെക്കട്ടെ? ആരാ പുറത്ത്? ആരൊക്കെ ഉണ്ട്? എന്താ? കുട്ടിക്കാലത്ത് എന്റെ മിറ്റത്തൂടെ സ്കൂളിൽ പോയത് ഓർമ്മയുണ്ട? എന്നെ ഓർമ്മയില്ലേ? ഞാൻ കാവിലെ കുട്ടികൃഷ്ണകുറുപ്പിന്റെ. എല്ലാവരെയും ഓർമ്മയുണ്ട്. എല്ലാവരും എന്നെ ലാളിച്ചവരാണ്, ഓമനിച്ചവരാണ്. ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. അല്പം സമയം കൂടി തരണം ഓർമ്മ പുതുക്കാൻ. ഗതിയില്ലാതെ നടന്നിരുന്ന ചെക്കന്മാരുടെ സ്ഥിതി എന്താ? എന്റെ അനിയനെ ഒന്ന് അക്കരെ എത്തിക്കണം. അതിന് വല്ല സഹായം ചെയ്യാവോ? എന്തോ? മൂപ്പരുടെ സ്വന്തം വണ്ടിയാ? തൽക്കാലം മൂപ്പരുടെ സ്വന്തം. എന്തേ? വെറുതെ ചോദിച്ചെന്നുള്ളൂ. ഞങ്ങളൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ളവരാ. ഓഹോ, ഞാൻ ഇന്നാട്ടുകാരനല്ല.